നമസ്കാരം. പാഠസഞ്ചാരത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ പാട്ടുകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശരത് സംഗീതം ചെയ്ത ചില പാട്ടുവിശേഷങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. പാട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും നേരത്തെ പല സംഗീത സംവിധായകരുടെയും പാട്ടെഴുത്തുകാരുടെയും അനുഭവത്തിലുള്ളതുപോലെ ഞാൻ പിന്നെ അന്ന് ഉറക്കം വിളച്ചിരുന്ന രണ്ട് പാട്ട്, ആ രണ്ട് ഈണത്തിൽ അതിമനോഹരമായിട്ടുള്ള ഈണങ്ങൾക്കനുസരിച്ച് രണ്ട് പാട്ടുകൾ എഴുതി സുജിത്തിനെ പിറ്റേന്ന് തന്നെ അയച്ചു കൊടുത്തു. പിന്നെ നമുക്കറിയാം, ചിട്ടയായ ശാസ്ത്രീയ സംഗീതത്തിൽ ഊന്നിയുള്ള പാട്ടുകളാണ് ശരത് സംഗീതം ചെയ്ത എല്ലാ പാട്ടുകളും എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ BT അനിൽകുമാറിന് അദ്ദേഹവുമായി കുറച്ചുകൂടി നേരിട്ട് ബന്ധമുണ്ട്. കാരണം താങ്കൾ തന്നെ എഴുതിയ ചെമ്പ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളിലൊക്കെ ഒന്ന് പറയൂ. 1990 ക്ഷണക്കത്ത് എന്ന TK രാജകുമാർ ചിത്രത്തിലൂടെയാണ് ശരത് എന്ന സംഗീത സംവിധായകൻ മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് അറിയാം, നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ അതുവരെ ഉണ്ടായിരുന്ന പാട്ടുകളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പാട്ടിൻ്റെ വഴിത്താരയാണ് ശരത്ത് തുറന്നു തന്നത്. ആദ്യ ഗാനം മുതൽ, ക്ഷണക്കത്തിലെ പാട്ടുകൾ മുതൽ, അതിലെ ആകാശദീപം എന്നും ഉണരുവിടമായോ തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ രവീന്ദ്രന് ശേഷം വളരെ തനിമയുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാട്ട് ശാഖ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഗാനം മുതൽ നമ്മളെ ആകർഷിച്ച ഒരു സംഗീത സംവിധായകനാണ് ശരത്. അപ്പോൾ ശരത്തിൻ്റെ പാട്ടുകൾ കേട്ട് നമ്മുടെ നിത്യജീവിതം കടന്നു പോകുന്നതിനിടയിലാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുമായി സഹകരിക്കാൻ അവസരം കിട്ടിയത്. അത് വാസ്തവത്തിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 50 ചിത്രങ്ങളിൽ താഴെ മാത്രമേ ശരത്ത് മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളൂ ഇത്രയും കാലം. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ കർണാടക സംഗീത പര്യടനവും അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിലെ അനുഭവങ്ങളൊക്കെ കാരണം വളരെ സജീവമായിട്ട് നമ്മുടെ മുമ്പിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് സുജിത് വാസുദേവ് എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ സംവിധാനം ചെയ്ത ഓട്ടർഷ എന്ന് പറയുന്നൊരു സിനിമ, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുതൽ എനിക്കറിയാം. കാരണം സുജിത്ത് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സുജിത്ത് ഒരു ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് 2 പാട്ടിൻ്റെ സംഗീതം അയച്ചു തരുന്നു. അപ്പോൾ ഞാൻ ആ ഈണം കേട്ടപ്പോൾ തന്നെ എനിക്കത് പാടിയിരിക്കുന്നത് ശരത്താണെന്ന് മനസ്സിലായി. ഒന്നും പറയാതെയാണ് അയച്ചു തന്നത്. അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അത് സുജിത്ത് മറ്റാർക്കും അയച്ചപ്പോൾ കൈതട്ടി എനിക്ക് വന്നതാവാമെന്നാണ്. കാരണം ഞാൻ സുജിത്തിൻ്റെ ആ ഓട്ടോറിക്ഷയ്ക്ക് മുമ്പുള്ള ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന് ചില സജഷൻസൊക്കെ നൽകാൻ വേണ്ടിയും ഒക്കെ കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്, സുഹൃത്തെന്നുള്ള നിലയിൽ. അപ്പോൾ ഈ ഈണം എൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാവും എന്നാണ് ഞാൻ കരുതിയത്. എന്താണെങ്കിലും ഞാൻ ഈ ഈണം കിട്ടിയ ഉടനെ സുജിത്തിനോട് ചോദിച്ചു, ഈ ഈണങ്ങൾക്കനുസരിച്ച് ഞാൻ പാട്ട് എഴുതിയാലോ? അപ്പോൾ സുജിത്ത് പറഞ്ഞു, ഞാൻ ഈ പാട്ടുകൾ നിങ്ങൾക്ക് പാട്ട് എഴുതാൻ അയച്ചതെന്ന് തന്നെയാണ്, പക്ഷെ ഞാൻ മറ്റു ചിലർക്കും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും നേരത്തെ പല സംഗീത സംവിധായകരുടെയും പാട്ടെഴുത്തുകാരുടെയും അനുഭവത്തിലുള്ളതുപോലെ ഞാൻ പിന്നെ അന്ന് ഉറക്കം വിളച്ചിരുന്ന രണ്ട് പാട്ട്, ആ രണ്ട് ഈണത്തിൽ അതിമനോഹരമായിട്ടുള്ള ഈണങ്ങൾക്കനുസരിച്ച് രണ്ട് പാട്ടുകൾ എഴുതി സുജിത്തിനെ പിറ്റേന്ന് തന്നെ അയച്ചു കൊടുത്തു. പിന്നെ അത് മറന്നു പോവുകയും ചെയ്തു. ഏതാണ്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശരത് സാറ് വിളിക്കുന്നു. അപ്പോൾ ഈ പുതുച്ചമ്പ എന്ന് പറയുന്ന പാട്ട് അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ വരികളിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടതുമില്ല. പാട്ട് നന്നായി, വളരെ തനിമയുള്ള മലയാള തനിമയുള്ള പാട്ടാണ്, വരികളാണ് എന്നുള്ളൊരു കോംപ്ലിമെൻ്റാണ് അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിൽ പോവുകയും അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം അതിസാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനും അതിപ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ അതീവ പ്രതിഭാസമ്പന്നനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനുമാണ്. നമ്മളോടൊക്കെ പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ കൃതഹസ്തത മാറ്റി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വരികളുടെ ആഴം മനസ്സിലാക്കി സംഗീതം നിർവഹിക്കുന്ന അപൂർവം സംഗീത സംവിധായകരിൽ, പുതിയ തലമുറയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അപൂർവം സംഗീത സംവിധായകരിൽ ഒരാളാണ് ശരത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആകാശദീപം എന്നും ഉണരുമിടമായോ തുടങ്ങി എൻ്റെ പുതുച്ചമ്പ വരെയുള്ള പാട്ടുകൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് BT എഴുതിയ പുതുച്ചമ്പ എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. വളരെ സന്തോഷം ആ പാട്ട് ഇവിടെ ഒരിക്കൽ കൂടി കേൾക്കാൻ സാധിക്കുന്നതിൽ. പുതുച്ചെമ്പ
നെല്ല് കുത്തി ചിരിച്ചുലയുന്ന തരിവളയണിഞ്ഞു നീ ചൊകച്ചെമ്പ. നെല്ല് കുത്തി ചിരിച്ചുലയുന്ന തരിവളയണിഞ്ഞു നീ തരി പൊന്നുമിന്നുമാ കണ്ണിലെ തിരി നീട്ടി വന്നു നീ ഇന്നലെ. കുരുക്കുത്തി വിടർന്ന കരക്കെത്തി കുണുങ്ങി മിഴിയെത്തി പൊത്തി കളിച്ചു നീ നിന്നെ പുതുച്ചെമ്പ. നെല്ല് കുത്തി ചിരിച്ചുലയുന്ന തരിവളയണിഞ്ഞു നീ. സാർ, ശരത് സാർ മലയാള സിനിമയ്ക്ക് വേണ്ടി 50-ൽ താഴെ സിനിമകളിലാണ് അദ്ദേഹം സംഗീതം നൽകിയത്. പക്ഷേ വളരെ കാലത്തോളം നമ്മോടൊപ്പം അദ്ദേഹം ഉള്ള പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും പാട്ടുകളിലൂടെ അദ്ദേഹം വളരെ കാലമായി നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നത് വളരെ ശരിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇന്നിപ്പോൾ മത്സരത്തിൻ്റെ ഒരു കാലം, മത്സര പാട്ടുകളുടെ ഒരു കാലമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ നമ്മുടെ സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളും ധാരാളം റീൽസും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ റീലായി അല്ലെങ്കിൽ കവർ വെർഷനായി ഒക്കെ വരുന്നത് ശരത് സാർ സംഗീതം ചെയ്ത പാട്ടുകളാണെന്ന് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഈ പാട്ട് പാടി എറിഞ്ഞു കളയാനുള്ളതല്ലെന്നും അത് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണെന്നും പുതിയ തലമുറയിലെ കുട്ടികൾ പോലും മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഈ റീൽസായും അല്ലെങ്കിൽ ചെറിയ പാട്ടുകളായും ഒക്കെ ശരത് സാറിൻ്റെ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ശ്രീരാഗമോ എന്ന് പറയുന്നൊരു പാട്ട് എത്രമാത്രം പേര് ഏതെല്ലാം തരത്തിൽ അത് പുനരവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ കണക്കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ശരത് സാർ തന്നെ ഒരിക്കൽ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ പേരും ഈ ശ്രീരാഗമോ കവർ വെർഷൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പം നല്ല പാട്ടുകൾ എല്ലാ കാലത്തും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ശരത് സാറിൻ്റെ ഇത്തരം നല്ല പാട്ടുകൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീരാഗമോ എന്ന പാട്ട് കൂടി നമുക്ക് പാടാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ ഭൂപാലമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശരത് സാറിൻ്റെ പാട്ടുവിശേഷങ്ങൾ പങ്കുവച്ച ഇന്നത്തെ പാട്ട് സഞ്ചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒത്തുചേരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.